ഇപ്പം കണ്ട ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ പറമ്പിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ വിളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഇപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി തന്നെ നമ്മൾ കൃഷി ചെയ്യുക, നമ്മുടെ കുടുംബത്തെയും അതിനകത്ത് ഉൾപ്പെടുത്തുക. ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലേക്കുള്ളൊരു യാത്രയും അവിടെ നിന്ന് നമ്മൾ കുറച്ച് വിളവെടുക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനം എന്നേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഞാൻ ഇത്രയും കൃഷി ചെയ്യുന്നൊന്നും കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പം നമ്മുടെ കൃഷിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം കാണും. അപ്പം വിത്തുകളൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ, വിത്തുകളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ ടൈപ്പ് വെറൈറ്റി വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇനി ഇതാണ്ട് എൻ്റെ തലയ്ക്ക് മുകളിൽ ഇതാണ്ട് എനിക്ക് തന്നെ പീച്ചിങ്ങ ഉണ്ട്. ഇനി തൊട്ടപ്പുറത്തോട്ടൊക്കെ ഇഷ്ടംപോലെ പിടിച്ച് നിൽപ്പുണ്ട്. നമുക്കന്നെ ഓരോന്നായിട്ട് വിളവെടുക്കാം. നല്ല അടിപൊളി പീച്ചിലാണ്. കണ്ടോ, എൻ്റെ നീളം കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കെല്ലാം ഒളിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അതെല്ലാം ഇവിടെ എല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. നമ്മളിങ്ങനെ കാണാതെ ഒളിച്ച് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നതെല്ലാം അല്ലേ. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. കുറേ നമുക്ക് കിട്ടും, കുറേയൊക്കെ മഞ്ഞ കളറായിട്ട് പോകാറുണ്ട്. എന്നാലും നമ്മൾ കാണാതെ ഒളിച്ച് നിന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതെല്ലാം നിൽപ്പുണ്ടേ. കണ്ടോ, നിൽക്കുന്നുണ്ടല്ലേ. എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ പറമ്പിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഓരോ പച്ചക്കറിയും നിൽക്കുന്ന കാണുമ്പം തന്നെ നമ്മുടെ മനസ്സിനൊരു, നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി അതെല്ലാം കാണുമ്പം തന്നെ. ഇനി കുറച്ച് നിത്യവഴുതനയും കൂടെ നമുക്ക് വിളവെടുക്കാം. തോരൻ വെക്കാനും മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും അതുപോലെ തീയൽ വയ്ക്കാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇപ്പം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു 10 ടൈപ്പ് പച്ചക്കറി എങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പച്ചക്കറി ഒന്നും മേടിക്കേണ്ട കാര്യമേ വരുന്നില്ല. ഇഷ്ടംപോലെ നിത്യവഴുതന പിടിച്ച് നിൽപ്പുണ്ട്. അപ്പം നിത്യവഴുതന പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വെട്ടിക്കളയരുതേ. ഇനി അങ്ങോട്ട് പിടിക്കുന്ന സമയമാണ്. നന്നായിട്ട് പിടിച്ചു വരും. അപ്പം നിത്യവഴുതന നമ്മൾ പറിച്ചെടുക്കുമ്പോൾ കയ്യിൽ സ്വല്പം എണ്ണ തേക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ പറ്റാതിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞ് നമ്മൾ പറിച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ എണ്ണ തേച്ചാലും അതിൻ്റെ കറ അങ്ങ് മാറിക്കിട്ടും. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള നിത്യവഴുതനയുണ്ട് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് പച്ച കാന്താരി നമ്മൾ നട്ടിട്ടുണ്ട്. അതും പൂവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൂമ്പ് നിൽപ്പുണ്ട്. നമ്മുടെ വാഴയൊക്കെ കുലച്ചു. അപ്പോൾ അതിൻ്റെ കൂമ്പ് കട്ട് ചെയ്ത് മാറ്റേണ്ട സമയമായി. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തുടക്കത്തിൽ നിന്ന് അകത്തോട്ട് കയറി വരുമ്പോൾ നമ്മളിവിടെ കുറേ ചോളം നട്ടിട്ടുണ്ട്. റെയിൻബോ ചോളമാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ നല്ല കായൊക്കെ ദണ്ട വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനകത്തും കാ പിടിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കൂർക്ക നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കുറേശ്ശെ, അധികമൊന്നും നട്ടിട്ടില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രം നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ കൂടെ കൊടുക്കുന്ന മെക്സിക്കൻ മെറിഗോൾഡിൻ്റെ തൈകളാണ് നിൽക്കുന്നത്. ഇപ്പം വേറൊരു സ്ഥലത്ത് ഇഷ്ടംപോലെ പൂവൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ കോസ്മോസ് ചെടിയാണ് നിൽക്കുന്നത്. നമ്മുടെ പറമ്പിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് മഞ്ഞച്ചെടികൾ, ഓറഞ്ച് പൂക്കൾ ഒക്കെ വരുന്നത് ചെടികളൊക്കെ നടാന്നുണ്ടെങ്കിൽ കീടങ്ങളെയൊക്കെ ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിവിടെ കണ്ട ഒരു ചുമന്ന നെല്ലിമരമാണ് നട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളും ഇതേപോലെ നെല്ലിമരമൊക്കെ നട്ടിട്ടുണ്ടോ? ഈ ചുമന്ന നെല്ലിമരം ആരെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. അതിനകത്ത് എത്ര വർഷമായിപ്പം കാ പിടിച്ചു, കാ പിടിക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ വിയറ്റ്നാം എയർലി പ്ലാവൊക്കെ വാങ്ങിച്ച് നിസാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇതെല്ലാം വാങ്ങിച്ച് നട്ടേക്കുന്നതേ.
അപ്പോൾ എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം ഇനി ചോളമൊക്കെ കഴിഞ്ഞു. അതിന് അപ്പുറത്തായിട്ട് കുറച്ച് തക്കാളിയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് തക്കാളി ജൂൺ മാസത്തിൽ നട്ടിരുന്നു. അത് സെപ്റ്റംബർ വരെയും വിളവെടുത്തു. ഇനിയിപ്പോൾ അത്യാവശ്യം അതിനകത്തൊക്കെ കായൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം പുതിയ തൈ നട്ടതിനകത്ത് അതിനകത്ത് കായ്കളൊക്കെ വരാൻ തുടങ്ങുന്നുണ്ടോ. നല്ല അടിപൊളിയായിട്ടാണ് വളർന്നു വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓരോ സ്ലറികളും കൊണ്ടൊഴിക്കുക. മാസത്തിലൊരു 2 തവണയെങ്കിലും എന്തെങ്കിലും കട്ടിയുള്ള ആഹാരം കൊടുക്കുക. അങ്ങനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ ജൂൺ മാസത്തിൽ നട്ടതിനകത്താണെങ്കിൽ സ്ലറി മാത്രം കൊടുത്താണ് വളർത്തിയത്. കിച്ചണിൽ വേസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ്. ഇപ്പം അതിനകത്ത് ഇഷ്ടംപോലെ കായ്കളുണ്ടായിരുന്നു കണ്ടോ. ഇവിടെയൊക്കെ പുതിയതിനകത്തും കായ്കൾ ഇഷ്ടംപോലെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 10 മൂട് തക്കാളിയെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത എന്താണെന്ന് നോക്കാം. ജൂൺ മാസത്തിൽ നട്ട തക്കാളിയാണ് ഇത്. നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ തക്കാളി കിട്ടിയിരുന്നു. ഇപ്പോഴും അതിൽ നിന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. അതിൽ നിന്ന് പുതിയ കൊമ്പുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ അല്പം സ്ലറികളോ എന്തെങ്കിലും വളങ്ങളോ കൊടുക്കാമെന്നുണ്ടെങ്കിൽ വേണ്ട ഇതേപോലെ നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ പഴയ തക്കാളിയിൽ നിന്ന് നമുക്ക് തക്കാളി പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ല സൂപ്പർ തക്കാളി, നല്ല അടിപൊളിയായിട്ട് നല്ല വലിപ്പമുള്ള തക്കാളി കേട്ടോ. നോക്കിക്കേ. അപ്പം പഴയ തക്കാളി നിൽക്കുന്നതിനൊന്നും വെട്ടിക്കളയണ്ട. അപ്പോൾ അതിനകത്ത് സ്വല്പം വളങ്ങളൊക്കെ കൊടുത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുളകിനെ കുറിച്ചുള്ളതായ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സിമെൻറ്റ് ചാക്കിനകത്ത് നട്ട വീഡിയോ ആയിരുന്നു. അപ്പം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. മുളക് നടുന്ന രീതിയും വളർന്ന മുളകിന് വളം കൊടുക്കുന്ന രീതിയും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കണ്ടു നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുളക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നോക്കിക്കുക, നല്ല ഉഷാറായിട്ടാണ് നമ്മുടെ മുളകൊക്കെ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ പലതരത്തിലുള്ള മുളക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഇപ്പോൾ ഒരു പുതിയ 2 എണ്ണം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല 2 അടിപൊളി മുളകാണ്. അപ്പോൾ ഞാൻ ആ മുളകിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ അതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വെറൈറ്റി ആയിട്ട് മുളകൊക്കെ നടുകയെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന കാണാനായിട്ടേ. ഇവിടെയൊക്കെ കുറച്ച് വഴുതന നിൽപ്പുണ്ട്. ഇത് വയലറ്റ് ലോങ് വഴുതന. അപ്പോൾ അതും നമുക്ക് കുറച്ച് വിളവെടുക്കാം. ഇത് ജൂൺ മാസത്തിൽ നട്ടതായിരുന്നു കേട്ടോ. ഇപ്പോഴും അതിനകത്ത് നമുക്ക് വിളവ് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ വന്ന് ഇതിൻ്റെ പഴയ കമ്പുകളും ഉണങ്ങിയ ഇലകളും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വളമൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അടിഭാഗത്തൊക്കെ ഉള്ള ഇലകൾ, മഞ്ഞ ഇലകൾ ഒക്കെ അങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റണം കേട്ടോ. അപ്പം ദൂരെയൊക്കെ മാറ്റിക്കളഞ്ഞാൽ നല്ലത്. കത്തിച്ചൊക്കെ കളയാമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. വഴുതനയും അതുപോലെ നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നും അല്ല, ഒരു ടൈപ്പൊന്നും അല്ല കേട്ടോ. കുറേ ടൈപ്പുണ്ട്. ഇനി കുറച്ച് അപ്പുറത്തോട്ട് നിൽപ്പുണ്ട്, അതോടെ നമുക്ക് എടുക്കാം. അപ്പം കിട്ടുന്ന കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ മുറത്തിനകത്തോട്ട് വയ്ക്കാം. നമ്മുടെ ഒരു ഹരിത വഴുതന അങ്ങ് വളഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതിനകത്ത് നല്ല പൂക്കളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ആദ്യം 1-2 എണ്ണമൊക്കെ നമ്മൾ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇലകൾ ഇതിനകത്ത് അങ്ങ് നിൽക്കുകയെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അവർക്ക് ഇച്ചിരി വെയിലും വെട്ടമൊക്കെ കിട്ടണം. കേടില്ലാത്ത ഇലകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ അങ്ങ് വാരിയിടാം. അതൊരു വളം തന്നെയാണല്ലോ. ഇവിടെ കിടന്ന് അവിയട്ടെ. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട് വയലറ്റ്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു കമ്പിയോ കമ്പോ എന്തെങ്കിലുമൊക്കെ കുത്തി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ നല്ല ലെവലിനങ്ങ് നിന്നോളും. ഇപ്പം ഒരു തലമുറ കഴിയും തോറും നമ്മൾ അടുത്ത തലമുറയെ നമ്മൾ നട്ട് വളർത്തുക, അതാണ് വേണ്ടിയത്. ഇപ്പം നമ്മുടെ വഴുതനയൊക്കെ കുറച്ച് നാളായല്ലോ. അപ്പോൾ അടുത്തതിന് ഞാനിവിടെ കുറേ നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി തൈകളെ വീണ്ടും നട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത 3ാമത്തെ തലമുറയാണ് ഈ നട്ടേക്കുന്നത്. ഇവിടെ എല്ലാം കുറേ നട്ടിട്ടുണ്ട്. കുറേ നട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കൊക്കെ പുല്ലൊക്കെ വരുന്നത് പറിച്ച് കളയണം. നമ്മൾ എത്ര പുല്ല് പറിച്ചാലും പിന്നെയും പുല്ലുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് കുറേശ്ശെ വന്നിട്ട് നമ്മൾ മണ്ണൊക്കെ ഇളക്കി ഇച്ചിരി വളമൊക്കെ കൊടുത്ത് പുല്ലൊക്കെ പറിച്ച് മാറ്റുകയെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിച്ചുകൊണ്ടിരിക്കാം. ഇനി കുറച്ച് വെണ്ടയ്ക്ക നിൽപ്പുണ്ട്, അതുകൂടെ എടുക്കട്ടെ. എപ്പം വന്നാലും വളരെയധികം സന്തോഷം തരും നമ്മുടെ വെണ്ടയ്ക്കകൾ. ഇവിടെ മരവെണ്ട നട്ടിട്ടുണ്ട്. ലൈനായിട്ട് മരവെണ്ട ഇങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനാമിക നട്ടിട്ടുണ്ട്.
ഇതൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് വിളവെടുക്കണം. വിളവെടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് മൂത്ത് പോവും. പിന്നെ കൊമ്പൻ വെണ്ടയുണ്ട്, കുറേ നിപ്പുണ്ട്, എല്ലാം നമുക്ക് വിളവെടുക്കാം. വിളവെടുപ്പെന്ന് പറഞ്ഞാൽ അതെങ്ങും കിട്ടാത്തൊരു സന്തോഷമാണ് കേട്ടോ. വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടണം. നട്ടാൽ മാത്രം പോരാ, അവരെ നമ്മൾ വേണ്ടുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു 10-15 മൂട് തക്കാളി കുഞ്ഞുങ്ങളെ നട്ടിട്ടുണ്ട്. പിന്നെ വെണ്ട അടുത്ത തലമുറയാണ് ഈ നിൽക്കുന്നത്. തക്കാളി എല്ലാം നട്ട് അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മണ്ണ് തറഞ്ഞു പോകാതെ വന്ന് കൊത്തിക്കളിച്ചൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യാൻ നിൽക്കരുത്, എല്ലാം നമ്മൾ മറ്റൊരാളെയും കൊണ്ട് ചെയ്യിപ്പിക്കാനും നിൽക്കരുത്. അപ്പം കുറേയൊക്കെ കാര്യങ്ങൾ നമ്മളും കൂടെ ചെയ്തെങ്കിലേ കൃഷിയൊക്കെ നന്നായി വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറ്റിപ്പയറിനകത്ത് നന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പയർ വിളവെടുത്തുകൊണ്ടേയിരിക്കാം. ഇഷ്ടംപോലെ അതിനകത്ത് എപ്പം വന്ന് നോക്കിയാലും കാണും കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ പഴയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക. അതേപോലെ തന്നെ ഈ പിടിച്ച കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പിടിച്ച കൊമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയാമെന്നുണ്ടെങ്കിൽ വിളവെടുത്തതിന് ശേഷം നിൽക്കുന്ന ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. തൊട്ടപ്പുറത്തൂടെ നിൽപ്പുണ്ടേ. ഇതൊക്കെ കണ്ടു ഇഷ്ടംപോലെ അങ്ങ് പിടിക്കുന്നുണ്ട്. ഇതാണ്ട് ഇവിടെയും നമ്മുടെ കുറ്റിപ്പയർ നിൽപ്പുണ്ടേ. നേരത്തെ ഒന്നും ഞാൻ കുറ്റിപ്പയർ നടത്തില്ലായിരുന്നു കേട്ടോ. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഈ കുറ്റിപ്പയർ നമ്മൾ തോരൻ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. പിന്നെ ഞാൻ എന്തായാലും 2-3 കുറ്റിപ്പയറൊക്കെ നടാറുണ്ട്. ഇവിടെ എല്ലാം പിടിച്ച് നിൽപ്പുണ്ടേ. കണ്ടോ നല്ല അടിപൊളി പയറാട്ടോ. നമ്മുടെ ലോലയുടെ അനിയനായിട്ടൊക്കെ വരും തോന്നുന്നു. കണ്ടോ, ഇതെപ്പം വന്ന് നോക്കിയാലും നമുക്ക് ഇത്രയൊക്കെ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഒരു കുഞ്ഞു കമ്പ് അങ്ങോട്ടൊന്ന് ചായച്ച് ഇങ്ങനെ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് ഇങ്ങനെ പിടിച്ച് കണ്ട 2 പേരുള്ളിടത്തൊക്കെ ഇത്രയൊക്കെ മതി. ഇനി നമ്മുടെ മറ്റേ പയർ നിൽപ്പുണ്ട്, വള്ളിപ്പയർ. അതെല്ലാം പോയി, ഇനി അതെല്ലാം മാറ്റണം. നല്ലൊരു 5-6 എണ്ണമൊക്കെ അതിനകത്ത് നിൽപ്പുണ്ട്. അതുകൂടെ നമുക്ക് വിളവെടുക്കും. ഇത് നമ്മുടെ പഴയ പയറാണ് ഇത്. അപ്പം അതിനകത്ത് നിന്നെല്ലാം വിളവെടുപ്പെല്ലാം കഴിഞ്ഞാണ്. ഇനി എല്ലാം വലിച്ചു കുറച്ച് കളയാറായി. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് അത് പിടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കോട്ടൊക്കെ ഒന്ന് പോയിട്ട് ഉള്ളതൊക്കെ പറിച്ചുകൊണ്ട് വരാം. ഒന്ന് പോയിട്ട് വരാം. ഒരുപാടൊന്നുമില്ല, എന്നാലും ഒരു തോരനുള്ളതൊക്കെ എന്തായാലും കിട്ടും. കുഞ്ഞൊക്കെ ഉള്ളു കേട്ടോ. ആവട്ടെ, ഇത്രയാവട്ടെ. അപ്പോൾ ഇത്രയും പച്ചക്കറിയൊക്കെ വിളവെടുത്തപ്പം നമുക്ക് അത്യാവശ്യം കറിവേപ്പില എടുക്കണം. എപ്പോഴും പറയുന്നതാണല്ലോ ഒരു കറിവേപ്പൊക്കെ നട്ടുപിടിപ്പിക്കണം എന്നുള്ളത്. ഇനിയും നട്ടുപിടിപ്പിച്ചില്ലെങ്കിൽ നാണക്കേടാണേ. നമ്മുടെ മലയാളികളുടെ വീട്ടിലൊക്കെ ഒരു കറിവേപ്പില എന്നുണ്ടെങ്കിൽ ഒരു മോശം അതൊക്കെ. അപ്പം പച്ചക്കറിയായി, കറിവേപ്പിലയായി. ഇനി മുളക് വെച്ചണം. അത്യാവശ്യം മുളകും കൂടെ നമുക്ക് വിളവെടുക്കാം. അപ്പം നമ്മുടെ മുറം നിറഞ്ഞു കേട്ടോ. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷം എന്ന് പറയുന്നത്. കണ്ടോ, നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ കുറച്ച് നമ്മുടെ ശീതകാല പച്ചക്കറികൾ, അതായത് കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി ഒക്കെയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ വിത്ത് പാകിയിട്ട് ഒക്ടോബർ മാസത്തിൽ നമ്മൾ പറിച്ച് നടുകയെന്നുണ്ടെങ്കിൽ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക്, ജനുവരിക്ക് മുമ്പായിട്ട് തന്നെ നമുക്ക് ജനുവരി ആദ്യം തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ വിത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം വിത്തുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ബീട്രൂട്ട്, ക്യാരറ്റ്, തക്കാളി, ശീതകാല പച്ചക്കറി വിത്തുകൾ, അമര, ഇങ്ങനെയുള്ള വർഗ്ഗത്തിലുള്ള എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പിന്നെ നമ്മുടെ അമരത്തൈയും കൂടെ നട്ടിട്ടുണ്ട്. സാമ്പാർ അമരയൊക്കെ നടുമ്പോൾ നമ്മൾ അതിനൊരു കൊച്ചു കമ്പൊക്കെ കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ തണ്ടിനൊന്നും വലിയ ബലമില്ലാത്തതുകൊണ്ടുണ്ടല്ലോ അതങ്ങ് ചരിഞ്ഞു പോകും. അപ്പം ഈ പ്രായത്തിൽ നമ്മൾ കമ്പ് കുത്തണ്ട. കുഞ്ഞു പ്രായത്തിൽ കമ്പ് കുത്തിയാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ വേരുകളൊന്നും പോകത്തില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് കാറ്റൊക്കെ അടിച്ചാൽ ഒടിഞ്ഞു വീണാൽ പിന്നെ അതിനെ നിവർത്തൊക്കെ എടുക്കാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഒരു 10-12 മൂട് ഞാൻ നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 3-4 നമ്മൾ സലാഡ് കുക്കുംബറാണ് നട്ടിരിക്കുന്നത്. ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ടല്ലോ, ഒരുപാടൊന്നും നമ്മൾ നടത്തില്ല. ഒരു 4 മൂട് നടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ സലാഡ് നമുക്ക് സലാഡ് കുക്കുംബർ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും.
ഇപ്പം വള്ളിയൊക്കെ വീശാൻ തുടങ്ങി. അപ്പം പന്തലൊക്കെ കെട്ടാനായിട്ട് 1-2 കമ്പൊക്കെ കുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ച് ഇതിനെ മേലോട്ട് ആക്കിയെടുക്കുന്ന പണിയുണ്ട്. ഇപ്പം ഇത് ഞാനിവിടെ നമ്മുടെ കുറ്റിപ്പയർ നട്ടിരിക്കുന്നതാണ്. ഇത് കുറ്റിപ്പയർ. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ 10 ടൈപ്പിലുള്ളതായ പയർ ഞാൻ നട്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന പയറിനെ എല്ലാം ഞാനൊന്ന് നട്ട് നോക്കാം. എല്ലാ വിത്തുകളും ഞാൻ സ്വല്പം എടുത്തിട്ട് ഒന്ന് നട്ട് നോക്കാറുണ്ട്. എല്ലാം നല്ലതുപോലെ എൻ്റെ മണ്ണിനകത്ത് കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് എന്താണ് കിളിച്ചില്ല എന്നൊക്കെ. പക്ഷേങ്കിൽ ചിലരുടെ മണ്ണിൻ്റേതായിരിക്കാം, ചിലപ്പം കാലാവസ്ഥയുടേതായിരിക്കാം, ചിലപ്പോൾ അത് ഉറുമ്പ് കൊണ്ടുപോകുന്നതായിരിക്കാം. നമ്മൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറമ്പിൽ വെറുതെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കുഴി കുത്തിയിട്ട് അതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ല. വെറുതെ നമ്മൾ നട്ടതാണ്. ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാം കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 4-5 ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ആരോഗ്യമുള്ളതിനെ നിർത്തിയിട്ട് അതിന് നല്ലതുപോലെ വളമൊക്കെ കൊടുത്തിട്ട് എന്താണ് ആരോഗ്യമില്ലാത്ത തൈകളെ നമ്മൾ പറിച്ചു മാറ്റി കളയുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഇഞ്ചിയൊക്കെ വളരെ മോശമാണ്. പൊതുവേ അഭിപ്രായം അത് തന്നെയാണ്. ഇഞ്ചിയൊക്കെ എല്ലാവരുടെയും മഞ്ഞളിച്ചു പോയി എന്നൊക്കെയാണ്. എന്നാലും ഇത്രയെങ്കിലുമൊക്കെ പിടിച്ച് കിട്ടി. ഞാൻ കിടന്ന സമയത്തൊക്കെ ആയിരുന്നു ഇതിൻ്റെയൊക്കെ കൃഷിയും കാര്യങ്ങളുമൊക്കെ വളപ്രയോഗമൊക്കെ. എന്നാലും ഒരുപാട് മഞ്ഞളിപ്പില്ലാതെ ഇത്രയൊക്കെ കിട്ടിയതിൽ സന്തോഷം. ഇതുകൊണ്ട് ഇനി അടുത്ത വർഷത്തേക്കുള്ളത് നമുക്ക് നന്നാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറേ ടൈപ്പ് വാഴകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ടതായ കൊലയൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള കൂമ്പും കൂടെ നമുക്ക് വിളവെടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിതെല്ലാം നമ്മുടെ ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. രാസവളങ്ങളൊന്നും ഞാനിത് ഈ വാഴയ്ക്കകത്തൊന്നും ചേർക്കാറില്ല. അപ്പോൾ രാസവളങ്ങൾ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. വാഴയ്ക്ക് രാസവളം ചേർത്തെങ്കിലേ വലിയ കൊലയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഞാൻ ചേർക്കാറില്ല. നമ്മുടെ വീട്ടിലെ ചാണകവും കോഴിവളവും ഒക്കെ ഉണ്ടായതുകൊണ്ട് അത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടല്ലോ, ഒട്ടും സ്ഥലം കളയാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ 2 ടൈപ്പിലുള്ളതായ ടൊമാറ്റോ വഴുതനയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് മരമൊക്കെ മുറിക്കുന്ന സൗണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പം ഇതാണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാവുന്നത് ടൈപ്പിലുള്ളതായ ടൊമാറ്റോ വഴുതനയാണ്. നല്ല അടിപൊളിയായിട്ട് ഇത് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മീൻ വറക്കുന്നത് പോലെ ഇത് വറക്കാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ്. ഇത് നമുക്ക് മുറ്റത്തൊക്കെ വളർത്താന്നുണ്ടെങ്കിൽ ഒരു അലങ്കാര ചെടിയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ നിർത്താൻ. കണ്ടോ നിൽക്കുന്നുണ്ടോ? ഇച്ചിരി മുള്ളൊക്കെ ഉണ്ട് ഇലയ്ക്കകത്ത്. ഹൈബ്രിഡ് ആകുമ്പോൾ നാടൻ ടൈപ്പ് ആകുമ്പോൾ അതിനകത്ത് മുള്ളൊന്നുമില്ല. അതിൻ്റെ ഇലയൊക്കെ തോരൻ വയ്ക്കാനും നല്ലതാണ്. അതിങ്ങനെ കാ പിടിച്ചിങ്ങനെ നിൽക്കും. ഇവിടെ കുറേ ഒരു 5-6 മൂട് ഞാനിങ്ങനെ നട്ടിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലൊക്കെ പോവും. അപ്പോൾ അത് ഒരു കമ്പൊക്കെ കെട്ടി കൊടുക്കാന്നുണ്ടെങ്കിൽ കാറ്റത്തൊന്നും വീഴാതെ നിന്നോളും. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് നമ്മുടെ മുല്ലമൊട്ടൊക്കെ നട്ടിട്ടുണ്ട്. കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇപ്പം കുറച്ചേ നിൽപ്പുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും പിന്നെയും ഇതങ്ങ് നന്നായി പിടിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു രസമാണേ. ഇവിടെ ഒരു 5-6 മൂട് നമ്മുടെ മുല്ലമൊട്ട് നട്ടിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്തോട്ട് ചേമ്പ് ആണ് നട്ടിരിക്കുന്നത്. ചേമ്പൊക്കെ ഞാൻ പല ടൈമിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ചേമ്പ് വിളവെടുക്കാൻ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ പുഴുങ്ങി തിന്നാമെന്നുണ്ടെങ്കിൽ എടുക്കാമെന്നേ ഉള്ളൂ ഇപ്പോഴും. അതുകൊണ്ട് ഇപ്പോൾ ഒക്കെ കൊടുത്താൽ നല്ല വിലയും കിട്ടും കേട്ടോ. ചേമ്പൊക്കെ ഇപ്പം കിളച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ. ഞാൻ ഇതുവരെ കിളച്ച് തുടങ്ങിയില്ല. പിന്നെ തൊട്ടപ്പുറത്തോട്ട് നമ്മുടെ വയലറ്റ് ചേമ്പ്, അതിന് തൊട്ടപ്പുറത്തോട്ട് നമ്മുടെ തകരച്ചീരയും അതുതന്നെ ചീരച്ചേമ്പും ഒക്കെ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ പൊന്നാങ്കണ്ണിയാണേ. പൊന്നാങ്കണ്ണി ഇഷ്ടം പോലെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടപ്പുണ്ട്. കുറേ പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായ തൈകളുണ്ടല്ലോ, അതിൻ്റെ മണ്ട കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ തറയിലോ ഗ്രോ ബാഗിനകത്തോ നടുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പടർന്ന് പന്തലിച്ച് അങ്ങ് കയറിക്കോളും. അപ്പോൾ നല്ല നമ്മുടെ ആഹാരത്തിനകത്ത് ഇലവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് പൊന്നാങ്കണ്ണി ചീരയൊക്കെ നല്ലതാണ് കേട്ടോ. കണ്ണിനൊക്കെ പൊന്നായ ചീര എന്നാണ് പറയുന്നത്. അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ച് നടാവുന്നതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇതേപോലെ എല്ലാവരും കൃഷി ചെയ്യണം. ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടെ നമ്മൾ എടുക്കുന്നില്ല എന്ന് കരുതി. ഇപ്പോൾ ഒന്ന് കറങ്ങിയപ്പോൾ തന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം കണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ത് അടിപൊളിയാണല്ലേ. നമ്മുടെ പറമ്പിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ വിളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഇപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി തന്നെ നമ്മൾ കൃഷി ചെയ്യുക. നമ്മുടെ കുടുംബത്തെയും അതിനകത്ത് ഉൾപ്പെടുത്തുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com നിന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ ടൈപ്പ് വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.